ശങ്കു, ഗോകുമാർ സാർ ചോദിച്ചതുപോലെ വ്യത്യസ്തമായ എന്ത് പോളിസികളാണ് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ BJP മുന്നോട്ട് വയ്ക്കുന്നത്, അവതരിപ്പിക്കുന്നത്? ഈ വികസിത കേരളം എന്ന ലക്ഷ്യം അതൊരു മുദ്രാവാക്യം മാത്രമല്ല എന്ന് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ. ആ ലക്ഷ്യം കരഗതമാക്കുക എന്നത് അതൊരു എളുപ്പത്തിലുള്ളൊരു ജോലിയാണോ? തീർച്ചയായിട്ടും അതെ. ശ്രീ രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇന്ന് പറഞ്ഞതുപോലെ വികസിത കേരളം എന്നത് BJPയെ സംബന്ധിച്ച് ഒരു മുദ്രാവാക്യമല്ല, അതൊരു ലക്ഷ്യമാണ്, ഒരു ദൗത്യമാണ്, ഒരു കടമയായിട്ടാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അതിനെ ഞാനൊന്ന് മാപ്പ് പറയട്ടെ. ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വളരെ നേരത്തെ തന്നെ സജ്ജനായി 7:25 കൂടി തന്നെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ 9ാം വാർഷികം KCB ആഘോഷിക്കുന്നതാണോ എന്ന് അറിയില്ല. കൃത്യം 7:30 കറണ്ട് പോയി. അപ്പോ ചർച്ചയിൽ പങ്കെടുക്കാൻ പിണറായി വിജയൻ സർക്കാരിന്റെ 9ാം വാർഷികവുമായി ബന്ധപ്പെട്ട് അവരുടെ ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡ് നിലനിർത്തേണ്ട ഉത്തരവാദിത്തം KCBക്ക് ഉണ്ടല്ലോ. ഇങ്ങനെയാണല്ലോ ജനങ്ങൾക്ക് സമ്മാനങ്ങൾ കൊടുക്കാറുള്ളത്. കൃത്യം 7 മണിക്ക് കറണ്ട് പോയതുകൊണ്ടാണ് ഞാനിത് പുറത്തു വന്നിരുന്നിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യഘട്ടത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതിന് ഞാൻ മാപ്പ് പറയാണ്. നമുക്ക് ഇന്നത്തെ രാജീവ് ചന്ദ്രശേഖരന്റെ വികസിത കേരളം എന്ന് പറയുന്ന ആ പരിപാടിയുടെ ഉദ്ഘാടനം കേരളത്തിലെ എല്ലാ ജില്ലകളിലും, അതായത് BJPയുടെ 32 സംഘടനാ ജില്ലകളിലും സംസ്ഥാന പ്രസിഡന്റ് പര്യടനം നടത്തുകയും എല്ലാ ജില്ലകളിലും വികസിത കേരളം എന്ന് പറയുന്ന ഒരു അജണ്ട മുൻനിർത്തിക്കൊണ്ട് സെമിനാറുകൾ സംഘടിപ്പിക്കുകയും അവിടെയുള്ള പൊതുസമൂഹവുമായിട്ട് ചർച്ചകൾ നടത്തുകയും ചെയ്യുക. അങ്ങനെ ഡെവലപ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് അടുത്ത ഒരു വർഷത്തേക്ക് ഒരു കർമ്മ പരിപാടിയായി വികസനത്തെ സംബന്ധിച്ച് തന്നെ നിരന്തരമായി ചർച്ചകൾ സംഘടിപ്പിക്കുക. വികസിത കേരളം എന്ന് പറയുന്ന ലക്ഷ്യം BJPയിലൂടെ സാധ്യമാക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഇന്ന് തൃശ്ശൂർ നടന്നത്. നാളെ അദ്ദേഹം മലപ്പുറം ജില്ലയിലേക്ക് വരുന്നുണ്ട്. ഇന്ന് കേവലം 15 മിനിറ്റ് മാത്രമാണ് ആ പരിപാടിയിൽ രാജീവ് ചന്ദ്രശേഖർ തന്റെ ആശയങ്ങളെ സംബന്ധിച്ച്, തന്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച്, തന്റെ പദ്ധതിയെ സംബന്ധിച്ച് സംസാരിച്ചത്. പക്ഷെ എത്ര വ്യക്തതയോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ സംവേദനം ചെയ്തത് എന്നുള്ളത് വളരെ കൗതുകത്തോടു കൂടിയിട്ടാണ് ഞാൻ കണ്ടത്. അദ്ദേഹം 3 കാര്യങ്ങളിൽ ഊന്നിയിട്ടാണ് സംസാരിച്ചത്. ആദ്യം അദ്ദേഹം ഒരു പ്രശ്നത്തെ സംബന്ധിച്ച് പറഞ്ഞു. 2, അദ്ദേഹം അതിനുള്ള പരിഹാരത്തെ സംബന്ധിച്ച് പറഞ്ഞു. 3, ആ പരിഹാരം എങ്ങനെ യാഥാർത്ഥ്യമാക്കാം എന്നതിന്റെ മാർഗവും അദ്ദേഹം പറഞ്ഞു. വളരെ സിസ്റ്റമാറ്റിക് ആയ, വളരെ കൃത്യതയോടുകൂടി പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അത് കേട്ടവർക്കെല്ലാം ആ കാര്യത്തിൽ വളരെ വ്യക്തത ഉണ്ടായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള പ്രശ്നം? അദ്ദേഹം പറയുന്നത് 2004 മുതൽ 2014 വരെയുള്ള ഇന്ത്യ, ആ ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പൊ വിദഗ്ധന്മാരെല്ലാരും പറയുന്നത് അത് ഇന്ത്യയുടെ ലോസ്റ്റ് ഡെക്കേഡ് ആണെന്നാണ്, നഷ്ടപ്പെട്ട ദശകമാണ്. കാരണം 2004 അധികാരത്തിലേറിയിട്ടുള്ള UPA സർക്കാർ 10 കൊല്ലം ഇന്ത്യയെ ഭരിച്ചു കഴിഞ്ഞപ്പോ 2014 ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു? ലോകത്തെ ഏറ്റവും ദുർബലമായിട്ടുള്ള എക്കോണമികളിൽ ഒന്ന്. അന്ന് ഫ്രജൈൽ 5 എക്കോണമീസിലാണ് ഇന്ത്യയുടെ എക്കോണമിയിൽ IMF ഉൾപ്പെടെ പെടുത്തിയിരുന്നതെന്ന് ആലോചിക്കണം. തൊഴിലില്ലായ്മ അതിരൂക്ഷമായിരുന്നു. അഴിമതിയുടെ കഥകൾ കൊണ്ട് സമ്പന്നമായിരുന്നു ഓരോ ദിവസത്തെയും പത്രമാധ്യമങ്ങൾ എന്ന് പറയുന്നത്. 2G കുംഭകോണം, കൽക്കരി കുംഭകോണം, ടെട്രാ കുംഭകോണം, ഇങ്ങനെ നിരന്തരമായിട്ടുള്ള അഴിമതി കഥകളാണ് ഉണ്ടായിരുന്നത്. രാജീവ് ചന്ദ്രശേഖരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് കോൺഗ്രസ്. അല്ല, കോൺഗ്രസിന് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള അവകാശമുണ്ട്. അദ്ദേഹം പറഞ്ഞത് അടുത്ത 10 വർഷത്തേക്ക് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ കേരളത്തിലെ BJPക്ക് ഒരു സാധ്യത അദ്ദേഹം കാണുന്നില്ല എന്നാ. അദ്ദേഹത്തിന്റെ പ്രതീക്ഷ പ്രധാനമായിട്ട് നിൽക്കുന്നത് കേരളത്തിന്റെ 25-26% വരുന്ന മുസ്ലിം ന്യൂനപക്ഷം ഒരിക്കലും BJPക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ളതും 45% വരുന്ന ന്യൂനപക്ഷം അല്ലാതെ BJPയോട് അടുക്കില്ല എന്നുള്ളതും, പിന്നെ ഹിന്ദു ഭൂരിപക്ഷത്തിൽ തന്നെ കൂടുതൽ ആൾക്കാർ ഇഴവ വോട്ടർമാർ അധികമായിട്ട് CPM-നാണ് വോട്ട് ചെയ്യാനും. നമ്മൾ പ്രബുദ്ധ മതേതര ജനാധിപത്യ കേരളത്തെ പറ്റിയാണ് പറയുന്നത്. പക്ഷെ ഈ പ്രബുദ്ധ മതേതര മുന്നണികളുടെ മുഴുവൻ പ്രതീക്ഷ ഇരിക്കുന്ന എവിടെയാണെന്ന് നോക്കൂ. ഈ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടും റിലീജിയൻ ബേസ്ഡ് ആയിട്ടും ചെയ്യുന്ന വോട്ടിന്റെ മുകളിലാണ് നമ്മുടെ മതേതര കേരളത്തിന്റെ BJP വിരുദ്ധത മുഴുവൻ ഇരിക്കുന്നത് എന്നുള്ളത് ഇതിലത്തെ ഒരു വിചിത്രമായിട്ടുള്ള പ്രതിഭാസമായിട്ട് എനിക്ക് തോന്നി, ഒരു കൗതുകമായിട്ട് എനിക്ക് തോന്നി. എന്റെ കഴിഞ്ഞ ഊഴത്തിൽ എനിക്ക് എത്രത്തോളം പറയാൻ പറ്റിയെന്ന് എനിക്കറിയില്ല, എത്രത്തോളം ഭാഗം നിങ്ങൾ കേട്ടു എന്ന് എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ അവിടെ പറഞ്ഞതുവരെ കേട്ടു. ശരി. ശ്രീ സേനാപതി വേണനോട് എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങനെ രാഷ്ട്രീയ വിദ്യാർത്ഥി ത്രിപുരയിൽ BJP അധികാരത്തിൽ വരുമെന്ന് എന്തടിസ്ഥാനത്തിലാണ് പ്രവചിക്കാൻ സാധിക്കുക? അങ്ങനെ രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് പ്രവചിക്കാൻ സാധിച്ചിരുന്നോ? വെസ്റ്റ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വരികയും കോൺഗ്രസിനും CPM-നും മേലെയുള്ള വലിയ പാർട്ടിയായിട്ട് 21 സീറ്റുകളോട് കൂടിയിട്ട് പ്രധാന പ്രതിപക്ഷമായിട്ട് BJP വരുമെന്നും അങ്ങനെ രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് പ്രവചിക്കാൻ സാധിച്ചിരുന്നോ? കേരളത്തിലെ തൃശൂർ മണ്ഡലത്തിൽ BJP ജയിക്കുമെന്നും കേരളത്തിൽ നിന്ന് BJPക്ക് 2024 ഒരു MP ഉണ്ടാവുമെന്നും അങ്ങയിലെ രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് പ്രവചിക്കാൻ സാധിച്ചിരുന്നോ? 39 ലക്ഷം വോട്ടുകളുള്ള 15-16% വോട്ടല്ല കേട്ടോ, അത് 2021 കണക്കാണ്. 2021 ഞങ്ങൾക്ക് 2 നിയമസഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല.
BJPക്ക് താമര ചിഹ്നത്തിൽ മത്സരിക്കാൻ 2 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. ആ 2 സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് 25,000-അടുത്ത് വോട്ടുകളുള്ള സ്ഥലങ്ങളായിരുന്നു. ആ 50,000 വോട്ട് മൊത്തം കണക്കിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ വോട്ട് ഷെയർ കുറഞ്ഞു പോയത്. 2024 കണക്ക് പ്രകാരം 19.27% BJPയുടെ വോട്ട് ഷെയർ. 20% ചെറിയ ശതകങ്ങളുടെ ചെറിയ പോയിന്റുകളുടെ മാത്രം വ്യത്യാസം മാത്രമേ ഉള്ളൂ. 39 ലക്ഷം വോട്ടുള്ള 19.27% വോട്ട് ഷെയർ ഉള്ള 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്തുള്ള, 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്തുള്ള, ഒരു MP ഉള്ള, 2 പാർട്ടികളിൽ 2-ാം സ്ഥാനത്ത് വന്നിട്ടുള്ള ഒരു പാർട്ടിയായിട്ട് BJP മാറുമെന്ന് നിങ്ങളെ പോലെയുള്ള ഏതെങ്കിലും രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് പ്രവചിക്കാൻ സാധിച്ചിരുന്നോ? ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അത് എല്ലാ പ്രവചനങ്ങളെയും അസ്ഥാനത്താക്കുന്ന സാധ്യതകളുടെ ഒരു കലയാണ്. നമ്മൾ വളരെ കൃത്യമായിട്ട് ഡാറ്റയും ഡോക്യുമെന്റും ഫാക്റ്റും ഒക്കെ വെച്ച് നടത്തുന്ന പ്രവചനങ്ങളല്ല പലപ്പോഴും അവസാനം യാഥാർത്ഥ്യമായി മാറുന്നത്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ സർക്കാർ വരുമെന്ന് ഏത് രാഷ്ട്രീയ പണ്ഡിതനാണ് പ്രവചിക്കാൻ സാധിച്ചത്? അപ്പൊ അങ്ങനെ അസാധ്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സ്ഥലമാണ് രാഷ്ട്രീയം. കേരളത്തിലെ BJPക്ക് അങ്ങ് പ്രതീക്ഷിക്കുന്ന അത്ര കാലം കാത്തിരിക്കേണ്ടി വരില്ല. ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. ഒരുപക്ഷെ അതിന് അടുത്ത വട്ടം ഒരുപക്ഷെ ഭരണത്തിലേറാൻ പോലും സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്നത്തെ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെച്ചിട്ടുള്ള വികസിത കേരളം എന്ന് പറയുന്ന മുദ്രാവാക്യത്തെ സംബന്ധിച്ച് മാത്രം ഞാൻ പറയാം. അദ്ദേഹം കേവലം ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തുകയല്ല ചെയ്തത്. അദ്ദേഹം വളരെ കൃത്യമായിട്ടൊരു പ്രശ്നം പറയുകയും ആ പ്രശ്നത്തിനുള്ള ഒരു പരിഹാരം നിർദ്ദേശിക്കുകയും ആ പരിഹാരത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു മാർഗം പറയുകയാണ് ചെയ്തത്. 15 മിനിറ്റ് മാത്രം നീണ്ട പ്രസംഗമാണ്. പക്ഷെ വളരെ കൃത്യമായിട്ട് അദ്ദേഹം എന്താണ് താൻ പറയാൻ ശ്രമിക്കുന്നത് കൺവേ ചെയ്തു. അദ്ദേഹം പറഞ്ഞ എന്താണ്? കഴിഞ്ഞ 10 വർഷത്തെ കേരളത്തിന്റെ കഥ എന്ന് പറയുന്നത് 2004 മുതൽ 2014 വരെയുള്ള ഇന്ത്യയുടെ കഥയാണ്. 2004 മുതൽ 2014 വരെയുള്ള UPയുടെ ഭരണകാലത്തുള്ള ഇന്ത്യയെ പറ്റി നമ്മളിപ്പോ പറയാറുള്ളത് ലോസ്റ്റ് ഡെക്കേഡ് എന്നാണ്, നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ദശകം എന്നുള്ളതാണ്. എത്രയോ സാധ്യതകൾ ഉണ്ടായിരുന്ന, ലോകത്തിന്റെ നെറുകയിൽ എത്താനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തെ കളഞ്ഞു കുളിച്ചുകൊണ്ട് രാജ്യം എന്ന് പറഞ്ഞാൽ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിട്ടുള്ള, തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും ഒക്കെ രൂക്ഷമായി മാറിയിട്ടുള്ള, ഭീകരവാദത്തോട് വളരെ മൃദുവായിട്ടുള്ള സമീപനം പുലർത്തുന്ന, മുംബൈ താജ് അറ്റാക്കിന്റെ ഉത്തരവാദി പാകിസ്ഥാനല്ല ഹിന്ദുത്വ ഭീകരവാദികളാണെന്ന് ആരോപിക്കുന്ന അത്രയും നെറികെട്ട രാഷ്ട്രീയ നിലവാരത്തിലേക്ക് പതിച്ചു പോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ എക്കോണമിയെ പറ്റിയിട്ട് ലോകബാങ്കും IMF ഒക്കെ പറഞ്ഞിരുന്നത് ഫ്രജൈൽ 5 എക്കോണമി എന്ന, ലോകത്തെ ഏറ്റവും ദുർബലമായിട്ടുള്ള, ഏത് നിമിഷവും തകരാൻ സാധ്യതയുള്ള 5 എക്കോണമികളിൽ ഒന്നായിട്ട് ഇന്ത്യയുടെ എക്കോണമി കണക്കാക്കപ്പെട്ടിരുന്നു. വളർച്ചാ നിരക്ക് റെക്കോർഡ് താഴ്ചയിലായിരുന്നു. അഴിമതിയുടെ കഥകൾ എല്ലാ ദിവസത്തെയും പത്രമാധ്യമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം അലങ്കരിച്ചിരുന്നു. 2G കുംഭകോണം ആയിക്കോട്ടെ, കൽക്കരി കുംഭകോണം ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ചോപ്പർ കുംഭകോണം ആയിക്കോട്ടെ, ടെട്രാട്രക്ക് കുംഭകോണം ആയിക്കോട്ടെ, A to Z വരെയുള്ള ഏത് അക്ഷരം എടുത്താലും ആ അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു കുംഭകോണം ഈ നാട്ടിൽ നിന്ന് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഭീകരത, എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളുടെയും പേരിൽ ഓരോ സ്ഫോടനം. ബോംബെ എടുത്തു കഴിഞ്ഞാൽ ബോംബെ സ്ഫോടനം, ഡൽഹി എടുത്തു കഴിഞ്ഞാൽ ഡൽഹി സ്ഫോടനം, ഹൈദരാബാദ് എടുത്താൽ ഹൈദരാബാദ് സ്ഫോടനം, ബാംഗ്ലൂർ എടുത്താൽ ബാംഗ്ലൂർ സ്ഫോടനം. എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളുടെയും പേരിൽ സ്ഫോടനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിൽ നിന്നാണ് 2014 BJPയുടെ നേതൃത്വത്തിൽ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിലേറുന്നത്. പിന്നീടുള്ള 10 വർഷത്തെ ഇന്ത്യയുടെ വളർച്ചയുടെ കഥ, ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറി, ഇന്ത്യയുടെ ഡെവലപ്മെന്റ് സ്റ്റോറി എന്ന് പറയുന്നത് ഇന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ളതാണ്. ലോകത്തിന് മുഴുവൻ മുന്നിൽ വളരെ ഗരിമയുള്ള, വളരെ വരിഷ്ഠമായിട്ടുള്ള, വളരെ ബഹുമാന്യമായിട്ടുള്ള, ആദരണീയമായിട്ടുള്ള സ്ഥാനത്തിലേക്ക് ഇന്ത്യ എത്തിയിട്ടുണ്ട്. ഫ്രജൈൽ 5 എക്കോണമി എന്ന് പറഞ്ഞിരുന്ന അതേ ഇന്ത്യ ഇന്ന് 10 കൊല്ലം കൊണ്ട് ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള 3ാമത്തെ എക്കോണമിയായി മാറി. ഈ പറയുന്ന പണപ്പെരുപ്പത്തിന്റെ കാര്യത്തിൽ പണപ്പെരുപ്പം പിടിച്ചുകെട്ടാൻ നമുക്ക് സാധിച്ചു. തൊഴിലില്ലായ്മ നിരക്ക് 10% താഴേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചു. അതേപോലെ തന്നെ ഈ വളർച്ചാ നിരക്കിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കോവിഡിന് ശേഷം, കൊറോണയ്ക്ക് ശേഷം ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളും വളർച്ചാ നിരക്കിൽ കുറവ് രേഖപ്പെടുത്തിയ സമയത്ത് ഇന്ത്യയിൽ മാത്രമാണ് വളർച്ചാ നിരക്ക് സ്റ്റേറ്റിക്കായിട്ട് നിർത്താൻ സാധിച്ചത്. അത് IMF പറഞ്ഞത് ദ ഓൺലി ബ്രൈറ്റ് സ്പോട്ട് ഇൻ ആൻ അതർവൈസ് ഡാർക്ക് വേൾഡ് എന്നാ പറഞ്ഞത്. ഇരുണ്ടുകൂടിയിരിക്കുന്ന ലോകത്തിലെ പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ വെളിച്ചമുള്ള ഒരേ ഇടം ഇന്ന് ഇന്ത്യ IMF വിശേഷിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇന്ത്യ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ പറയുന്ന ലോസ്റ്റ് ഡെക്കേഡിന്റെ എല്ലാ കെടുതികളെയും അതിജീവിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വളർന്നു. അതേപോലത്തെ ഒരു സാധ്യത കേരളത്തിനുണ്ട്. കാരണം 2004 മുതൽ 2014 വരെ എന്തായിരുന്നു ഇന്ത്യയുടെ കഥ? അതാണ് 2016 മുതൽ ഈ 2025 വരെ ഭരിച്ചിട്ടുള്ള പിണറായി വിജയന്റെ കീഴിലുള്ള കേരളത്തിന്റെ കഥ. ഇത് നമ്മുടെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ദശകമാണ്. എത്രയോ സാധ്യതകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും ഈ പറയുന്ന ഭീകരവാദത്തെ പാലൂട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും
അശ്രദ്ധമായിട്ടുള്ള ഭരണം കൊണ്ടാണെങ്കിലും ഒക്കെ നഷ്ടപ്പെടുത്തി കളയുകയും രാജ്യത്തിന്റെ എല്ലാ ശരാശരികളിലും ഏറ്റവും താഴെയായിട്ട് കേരളം നിൽക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോ ഈ സാഹചര്യത്തിലും ഇതേപോലെ എങ്ങനെയാണോ ഇന്ത്യയുടെ ഇങ്ങനെ ഒരു മോശം അവസ്ഥയിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അതിനൊരു ഡെവലപ്മെന്റ് കൊണ്ടുവന്നത്, അതേ മട്ടിൽ പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷം ഭരിച്ചു മുടിച്ചിട്ടുള്ള കേരളം 2025 2014 ഇന്ത്യക്ക് സമാനമായി നിൽക്കുന്ന ഈ കേരളത്തെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് വെക്കാനുള്ളത് BJP മാത്രമാണ്. അങ്ങനെ BJPയുടെ നേതൃത്വത്തിൽ ഒരു വികസനം കേരളത്തിൽ സാധിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പഴയ കഥയാക്കിയിട്ട് വികസിക്കുന്ന ഭാരതത്തിനൊപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു കേരളത്തേക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. ത്തിനൊപ്പം നിൽക്കുന്ന ഒരു വികസിത കേരളത്തെയും നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതേ കൃത്യമായിട്ടുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം പറയുന്നത്. ഈ പ്രശ്നം പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, റീറ്റെയിൽ ഇൻഫ്ലേഷനിൽ ഇന്ന് ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷന്റെ ദേശീയ ശരാശരി എന്ന് പറയുന്നത് 3.5% ആണെങ്കിൽ, 3% താഴെയാണെങ്കിൽ കേരളത്തിലെ മാത്രം റീറ്റെയിൽ ഇൻഫ്ലേഷൻ നിരക്ക് എന്ന് പറയുന്നത് 7%. രാജ്യത്തെ ഏറ്റവും കൂടുതൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഉള്ളത് കേരളത്തിലാണ്. അതേപോലെ തന്നെ വളർച്ചാ നിരക്ക് എടുത്തു കഴിഞ്ഞാൽ RBIയുടെ ലാസ്റ്റ് സ്റ്റഡി ഉണ്ട്. RBIയുടെ സ്റ്റഡി റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറച്ച് വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിലാണ്. കേരളത്തിന്റെ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 3.5% താഴെയാണ്. അതേ സമയത്ത് ഗുജറാത്തിന്റെ വളർച്ചാ നിരക്ക് 6.5%. തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയുള്ള സംസ്ഥാനങ്ങളുടെ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് 5.5%. ഇങ്ങനെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളെല്ലാം വളർച്ചാ നിരക്കിൽ, കാരണം എന്താണ്, നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായിട്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ആളുകൾ ഇന്ത്യയിൽ വന്ന് നിക്ഷേപം നടത്തുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും പുതിയ ഫാക്ടറികൾ തുടങ്ങുന്നു. എല്ലായിടത്തും ഇൻവെസ്റ്റ്മെന്റ് വരുന്നു. കേരളത്തിൽ മാത്രം ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല. നമ്മൾ വലിയ നിക്ഷേപക സംഗമമൊക്കെ നടത്തിയിട്ട് 1,00,000 കോടി കിട്ടി, 10,000 കോടി കിട്ടി എന്ന് പറയുന്നല്ലാണ്ട് ഇതൊന്നും യാഥാർത്ഥ്യമാവുന്നില്ല. ഇവിടെയുള്ള ഈ നോക്കുകൂലി, ഈ പറയുന്ന തൊഴിലാളി സംഘടനകളുടെ ഗുണ്ടായുസവും കാരണം നിക്ഷേപകർ കേരളം വിട്ട് ഓടിപ്പോകുന്ന, കിറ്റക്സ് പോലെയുള്ള നിക്ഷേപകർ കേരളം വിട്ട് ഓടിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് കേരളത്തിന്റെ വളർച്ചാ നിരക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറവായി രേഖപ്പെടുത്തിയിട്ടുള്ള കാലമാണിത്. അതേപോലെ തൊഴിലില്ലായ്മ നിരക്ക് നോക്കൂ. തൊഴിലില്ലായ്മ നിരക്കിനെ സംബന്ധിച്ച് ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റഡി ഉണ്ട്. അതിൽ പറയുന്നത് ഇന്ത്യയുടെ മൊത്തം തൊഴിലില്ലായ്മ നിരക്ക് 10% താഴെയാണെങ്കിൽ കേരളത്തിൽ മാത്രം തൊഴിലില്ലായ്മ നിരക്ക് എന്ന് പറയുന്നത് 30% മേലെയാണ്. അതായത് 1/3 മലയാളിക്ക് പണിയില്ലാത്ത അവസ്ഥയാണ്. മലയാളികൾ കൂട്ടത്തോട് കേരളം വിട്ടു പോകുന്ന അവസ്ഥയാണ്. യുവാക്കളെല്ലാം കേരളം വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ആവശ്യത്തിന് സീറ്റ് നിറയ്ക്കാനുള്ള കുട്ടികൾ പോലും ഇല്ല. 30 to 40% സീറ്റുകൾ വേക്കന്റ് ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ അത്രയും രൂക്ഷമായിട്ടുള്ള തൊഴിലില്ലായ്മ നിരക്കുണ്ട്. നിക്ഷേപമില്ലാത്ത സാഹചര്യമുണ്ട്. അഴിമതിയുടെ കാര്യമാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. മുഖ്യമന്ത്രിയുടെ മകള് തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് കപ്പം കൊടുത്താൽ മാത്രമേ, മാസപ്പടി കൊടുത്താൽ മാത്രമേ കമ്പനികൾക്ക് കേരളത്തിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. നാഷണൽ GST, സ്റ്റേറ്റ് GST ഒക്കെ കഴിഞ്ഞാൽ പിന്നീട് ഒരു VST കൂടി കൊടുത്താൽ മാത്രമേ കമ്പനികൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഒരു സർവീസും ഇല്ലാണ്ട് 1.72 ലക്ഷം കോടിയൊക്കെ ആളുകൾ വെറുതെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക്. മുഖ്യമന്ത്രിയുടെ മുൻ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള എബ്രഹാം എന്ന് പറയുന്ന ആൾക്കെതിരെ അനധികൃത ധനസമ്പാദനത്തിന് കേസെടുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മറ്റൊരു പ്രിൻസിപ്പൽ അഡ്വൈസറായിരുന്ന ആള് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ ജയിലിലായിരുന്നു ഏറെക്കാലം. ഇപ്പോഴാണ് ജാമ്യത്തിൽ ഇറങ്ങിയത്. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള PA രവീന്ദ്രൻ എന്ന് പറയുന്ന ആള് കഴിഞ്ഞ 10 വർഷത്തിനിടെ ഉണ്ടായിട്ടുള്ള അനധികൃത സമ്പാദനത്തിന്റെ പേരിൽ EDയുടെ കേസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പേര് തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെറ്റിൽമെന്റ് ബോർഡ് പുറത്തിറക്കിയിട്ടുള്ള ഈ മാസപ്പടി രജിസ്റ്ററിൽ PV എന്ന പേരിൽ ഈ പറയുന്ന CMRL എന്ന് പറയുന്ന കമ്പനി മാസപ്പടി കൊടുത്തിരുന്ന ഒരാളായിട്ട് PV എന്ന പേര് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ തന്നെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെട്ടിട്ടുള്ള ഒരു അഴിമതി സിൻഡിക്കേറ്റ് കേരളത്തിൽ ശക്തി പ്രാപിച്ചിട്ടുള്ള ഒരു അധോലോകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇനി ഈ പറയുന്ന നിയമപരിപാലനത്തിന്റെ കാര്യമാണെങ്കിൽ ഇപ്പൊ ശ്രീ സേനാപതി വേണു തന്നെ പറഞ്ഞു എന്താണ് പോലീസുകാരുടെ അവസ്ഥ എന്നുള്ളത് പറഞ്ഞു. ബ്യൂറോക്രസിയുടെ അവസ്ഥ എന്താ? സിവിൽ സർവൻസ് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുകയും ചെളിവാരി എറിയുകയും ചീഫ് സെക്രട്ടറിയും ഉദ്യോഗസ്ഥരെ വെല്ലുവിളിക്കുന്നു. ചീഫ് സെക്രട്ടറി തന്റെ നിറത്തെ പരിഹസിച്ചതിന്റെ പേരിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതുന്നു. ഇങ്ങനെ ബ്യൂറോക്രസി ഇങ്ങനെ ഇത്രയും നിർലജ്ജമായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ പരിഹാസ്യരായി നിന്നിട്ടുള്ള, കാരണം യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പൊടിക്കൈകളും ഗിമ്മിക്കുകളൊക്കെ ഇവർ നടത്തുന്നതെന്ന് ആലോചിക്കണം. അതേപോലെ തന്നെ ക്ഷേമ പെൻഷനുകൾ വർഷങ്ങളായിട്ട് മുടങ്ങി കിടക്കുന്നു. തൊഴിലാർത്ഥികൾ, ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് സമരം ചെയ്യേണ്ട അവസ്ഥ വരികയാണ്.
രാജീവ് ചന്ദ്രശേഖർ ഇന്ന് പറഞ്ഞു, നിങ്ങൾ എന്ത് 9ാം വാർഷികാഘോഷമാണ് നടത്തുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ആഘോഷിക്കാൻ സാധിക്കുന്നത്? അതായത് വനിതാ CPOമാര് കഴിഞ്ഞ ദിവസം വരെ സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ സമരം ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരു സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ സ്വപ്നങ്ങൾക്ക് മേലെ റീത്ത് വെച്ച് കണ്ണീരോടുകൂടി മടങ്ങി പോകുമ്പോൾ നമ്മൾ അപ്പുറത്ത് പോയിട്ട് വലിയ ആഘോഷം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആശാവർക്കർമാര് 232 രൂപ ഓണറേറിയം കിട്ടുന്ന ആൾക്കാർ ഒരു 100 രൂപ കൂട്ടിത്തരാൻ പറഞ്ഞപ്പോൾ അത് പറ്റില്ലെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാര് അവനവന്റെ 9ാം വാർഷികത്തിന്റെ ആഘോഷം പൊടിപിടിക്കാൻ വേണ്ടി 100 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പിണറായി വിജയന്റെ ചിത്രമുള്ള ഫ്ലക്സ് ബോർഡുകൾ വെക്കാൻ വേണ്ടി മാത്രം 25 കോടി രൂപ ഗവൺമെന്റ് നീക്കുകയാണ്. അതേ സമയത്ത് തീരദേശ മേഖലയിലുള്ള ആളുകൾ, കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ തീരദേശ മേഖലകളൊക്കെ സന്ദർശിച്ചിരുന്നു. അവിടെയുള്ള ആളുകൾ ഒരു കടൽ ഭിത്തി നിർമ്മിച്ച് തരണം എന്ന് പറഞ്ഞത് 40 കോടി രൂപ ചെലവ് വരുന്നൊരു കാര്യം. അത് ചെയ്യാൻ കാശില്ലാത്ത ആൾക്കാരാണ് 100 കോടി രൂപയ്ക്ക് ഫ്ലക്സ് വെച്ചുകൊണ്ടിരിക്കേണ്ടത്. ആലോചിക്കണം. മുനമ്പത്തെ ജനങ്ങൾക്ക് 35 കൊല്ലമായിട്ടുണ്ടായിരുന്ന പ്രശ്നത്തിന് പരിഹാരം ചെയ്യാൻ ഇവിടുത്തെ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ സാധിച്ചിട്ടില്ല. നരേന്ദ്രമോദിയുടെ സർക്കാർ വന്നിട്ട് വഖഫ് ഭേദഗതി നിയമം അവതരിപ്പിച്ചപ്പോൾ മാത്രമാണ് അവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായത്. എന്നിട്ടും ആ പരിഹാരം അവർക്ക് കിട്ടരുതെന്ന് വിചാരിച്ച് സുപ്രീം കോടതിയിൽ പോയിട്ട് വിധി സ്റ്റേ നടന്നിട്ടുള്ള ആൾക്കാരാണ് BJP. അല്ല, ഞങ്ങളാണ് യഥാർത്ഥ ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ദേശീയ അനുഭവത്തിൽ നമുക്കറിയാം, ഇടതുപക്ഷമായിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ, ഇവർക്ക് ഈ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുള്ള അനുഭവം ഇല്ല. അവരുടെ കീഴിൽ ഭരണത്തിൽ നമ്മൾ വന്നപ്പോഴെല്ലാം, അത് ദേശീയ തലത്തിലായിക്കോട്ടെ സംസ്ഥാന തലത്തിലായിക്കോട്ടെ, അവർക്ക് കീഴിൽ നമ്മൾ ഭരണത്തിൽ വന്നപ്പോഴെല്ലാം നമ്മുടെ ജീവിതം കൂടുതൽ കൂടുതൽ പ്രാരാബ്ധത്തിലേക്കും ദുരിതത്തിലേക്കും പോയിട്ടുള്ള അവസ്ഥയാണുള്ളത്. അതേ സമയത്ത് ഇവിടുത്തെ പ്രൂവൻ ട്രാക്ക് റെക്കോർഡ് ഉണ്ട് BJPക്ക്. ഞങ്ങൾക്ക് 10 വർഷം കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഒരു വികസനത്തിന്റെ പുതിയ ഗാഥ രചിക്കാനുള്ള ശേഷി ഞങ്ങൾക്ക് ഉണ്ടെന്ന് 10 കൊല്ലം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ പ്രശ്നം മാത്രമല്ല, അതിനുള്ള പരിഹാരം എന്താണ്? ആ പരിഹാരം എന്ന് പറയുന്നത് BJP ഇവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. തെരഞ്ഞെടുക്കാൻ സാധ്യതയില്ല എന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹം, ജനങ്ങൾക്ക് അതല്ലാതെ മറ്റു നിവർത്തിയില്ല എന്നുള്ളത് ഇവിടുത്തെ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുകൊണ്ട് ജനങ്ങൾ BJPയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ മാറ്റമുണ്ടോ? അതിലേക്കുള്ള മാർഗം എന്താണ്? അതിലേക്കുള്ള റൂട്ട് എന്താണ്? അതും രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഓരോ പ്രവർത്തകനും വികസിത കേരളം എന്ന് പറയുന്ന ഈ മുദ്രാവാക്യത്തിന്റെ അംബാസഡർമാരായിട്ട് ഈ വികസനത്തിന്റെ, ഇന്ത്യയുടെ വികസനത്തിന്റെ കഥയും കേരള BJPയുടെ വികസനത്തോടുള്ള പ്രതിബദ്ധതയും ജനങ്ങളിലേക്ക് എത്തിക്കണം. ഓരോ BJPയുടെ പാർട്ടി ഓഫീസും ജനസേവന കേന്ദ്രങ്ങളായിട്ട് മാറണം. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട പദ്ധതികൾ സാധാരണ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ അവർക്കുള്ള ഹെൽപ്പ് ഡെസ്കുകളായിട്ട് BJP ഓഫീസുകൾ മാറണം. ഇവിടെ എന്താ സ്ഥിതി? ഇവിടെ കേന്ദ്രത്തിന്റെ പദ്ധതികളൊന്നും ജനങ്ങൾക്ക് കിട്ടുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ സർക്കാർ പ്രവർത്തിക്കുന്നത്. പറ്റുന്ന പദ്ധതി മുഴുവൻ അടിച്ചു മാറ്റിയിട്ട് സ്വന്തം പേരിലാക്കും. അങ്ങനെ അടിച്ചു മാറ്റാൻ പറ്റാത്ത പദ്ധതിയാണെങ്കിൽ അതിവിടെ നടപ്പാക്കേണ്ട തീരുമാനിക്കും. ഇപ്പൊ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് സൗജന്യ ആരോഗ്യ പരിരക്ഷ കിട്ടുന്ന ആയുഷ്മാൻ ഭാരത് കേരളത്തിൽ നടപ്പാക്കുന്നില്ല. എന്തുകൊണ്ടാ? അത് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾക്ക് BJPയോട് നരേന്ദ്രമോദിയോട് നന്ദി സ്നേഹം ഉണ്ടായാലോ, അതുകൊണ്ട് അതവർക്ക് വേണ്ട എന്ന് വിചാരിക്കുകയാണ്. അപ്പോ അത്തരം പദ്ധതികൾ ജനങ്ങൾക്ക് കിട്ടുന്ന ഹെൽപ്പ് ഡെസ്കുകളായിട്ട് BJP പാർട്ടി ഓഫീസുകൾ മാറണം. BJP പ്രവർത്തകർ വീട് വീടാന്തരം കയറി ഇറങ്ങിക്കൊണ്ട് ഇടത് വലത് മുന്നണികളുടെ വഞ്ചനയെ പറ്റിയിട്ടും ചതിയെ പറ്റിയിട്ടും BJP മുന്നോട്ട് വയ്ക്കുന്ന ഓൾട്ടർനേറ്റീവിനെ പറ്റി പറയണം. അങ്ങനെ ഒരു വർഷത്തേക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വികസിത ഭാരതം, അതിനോടൊപ്പം സഞ്ചരിക്കുന്ന വികസിത കേരളം എന്നൊരു മുദ്രാവാക്യത്തിൽ ഊന്നിക്കൊണ്ട് അതൊരു ആദർശമായി, ലക്ഷ്യമായി, ദൗത്യമായി, കടമയായി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലക്ഷ്യം അസാധ്യമല്ലാതെ പറയുന്നത്. വളരെ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പദ്ധതി ഒരു നേതാവിനെ പോലെ അവതരിപ്പിക്കുക അദ്ദേഹം ചെയ്തു. എനിക്ക് ആ പ്രസംഗത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ വികസിത കേരളം എന്ന് പറയുന്ന പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം ഇവിടെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിവിടെ നേതാവാനല്ല വന്നത്, ഞാനിവിടെ നിന്ന് നേതാക്കളെ സൃഷ്ടിക്കാനാണ് വന്നതെന്ന്. അതായത് ഈ ലക്ഷ്യം ഏറ്റെടുക്കുന്ന ഓരോ ആൾക്കും ഈ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് വരാനും നേതാവായിക്കൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുന്ന ഒരു അന്തരീക്ഷം, വികസിത കേരളം എന്ന് പറയുന്ന ഒരു അജണ്ട ഇനി പാർട്ടിയെ നയിക്കുന്ന ഒരു പുതിയ അന്തരീക്ഷം ഇവിടെ സംജാതമാവുകയാണ്. അതിന്റെ തുടക്കമാണ് നമ്മളിന്ന് തൃശ്ശൂരിൽ കണ്ടത്. അതിന്റെ പ്രതിഫലനങ്ങൾ ഇനി നമുക്ക് കേരളത്തിൽ ഉടനീളം കാണാൻ സാധിക്കും.